നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഹിന്ദി സാഹിത്യ के इतिहास लेखन की पृष्ठभूमि, हिंदी साहित्य के इतिहास के स्रोत और ഹിന്ദി സാഹിത്യ के इतिहास लेखन की परंपरा എന്നീ ടോപ്പിക്കുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട്, അതായത് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച വിഷയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യനുകളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. ഇത് സ്ഥിരമായി PSCക്കും അതുപോലെ കേറ്ററ്റ്, നെറ്റ്, സെറ്റ് ഇതിനൊക്കെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും ഈ ക്വസ്റ്റ്യനുകളുടെ ആൻസർ കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ 20 ക്വസ്റ്റ്യനാണ്. ഞാനിവിടെ ക്വസ്റ്റ്യൻ തരാം. ഒന്നാമത്തേത്, ഭക്തമാൽ കെ രചയിത കോൺ ഹെ? ഓപ്ഷൻസ്: സൂർദാസ്, പരമാനന്ദദാസ്, നന്ദദാസ്, നാഭദാസ്. നാം കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഭക്തമാലിനെ കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളാരും തെറ്റിക്കില്ല എന്നാണ് കരുതുന്നത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭക്തമാൽ में उल्लेख है भक्तों और कवियों का विवरण, राधा कृष्ण की लीलाएं, धार्मिक पद, इनमें से कोई नहीं. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾ തെറ്റിക്കാൻ വഴിയില്ല അല്ലേ? കാരണം ഭക്തമാലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 84 വൈഷ്ണവൻ की वार्ता के लेखक है? नाभादास, नंददास, गोकुलदास, सूरदास. നാലാമത്തെ ക്വസ്റ്റ്യൻ, 84 वैष्णवन की वार्ता में निम्नलिखित में से किसका उल्लेख है? ऑप्शंस: उपदेशात्मक कहानियों का, वैष्णव कवियों एवं भक्तों का जीवन परिचय एवं कृतित्व का, श्री कृष्ण की बाललीला का, श्री कृष्ण की രാസലീല का. ഇതിൻ്റെ ആൻസറും ആരും തെറ്റിക്കില്ല അല്ലേ? നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 200 वैष्णवन की वार्ता, कविमाला, कालिदास हजारा आदि ग्रंथों में हिंदी के विभिन्न कवियों के जीवन वृत्त एवं कृतित्व का परिचय दिया गया है. फिर भी हम इन्हें इतिहास नहीं कह सकते क्योंकि 200 വൈഷ്ണവൻ കി വാർത്തയും അതുപോലെ കവിമാല, കാളിദാസ് ഹസാര തുടങ്ങിയ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഹിന്ദിയിലെ അനേകം കവിമാരെക്കുറിച്ചും അവരുടെ ജീവൻ ചരിത്രവും രചനകളെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? പക്ഷേ എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നാം ഈ ഗ്രന്ഥങ്ങളെ ഇതിഹാസ് എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ടായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണെന്ന് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? തെറ്റിക്കാതെ എല്ലാവരും ഇതിൻ്റെ ആൻസർ എഴുതുക. നമുക്കതിൻ്റെ ഓപ്ഷൻസ് കൂടി നോക്കാം. ऑप्शन ए, इनमें वर्णक्रम का अभाव है. ऑप्शन बी, इनमें समकालीन कवियों का उल्लेख है. ऑप्शन सी, इनमें कालक्रम सन संवत आदि का अभाव है. ऑप्शन डी, इनमें कवियों का निर्देश धार्मिक भावना को लेकर किया गया है. ഇതിലേതാണ് ആൻസർ? അറിയാലോ അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിമ്നലിഖിത में से किस ग्रंथ में 212 कवियों की 1000 कविताओं का संग्रह है? താഴെ തന്നിരിക്കുന്ന ഏത് ഗ്രന്ഥത്തിലാണ് 212 കവിമാരുടെ 1000 കവിതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ, ധ്രുവദാസ് കൃത് ഭക്തനാമാവലി, ഗുരു അർജുൻ ദേവ് കൃത് ശ്രീ ഗുരു ഗ്രന്ഥ സാഹബ്. ഓപ്ഷൻ സി, സൂദൻ കൃത് കവി നാമാവലി. ഓപ്ഷൻ ഡി, കാളിദാസ് ത്രിവേദി കൃത് കാളിദാസ് ഹസാര. അടുത്ത നമുക്കിനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാസാ ദത്താസി ദ്വാര ലിഖേ ഗയെ ഹിന്ദി സാഹിത്യ के इतिहास का नाम है? ऑप्शन ए, हिंदी साहित्य का इतिहास. ऑप्शन बी, इस तवोर द लो लिटरेचर इंदु ये हिंदुस्तानी. ऑप्शन सी, दस्किरा ई शोहराई हिंदी. ऑप्शन डी, द मॉडേൺ वर्नाकुलर लिटरेचर ऑफ हिंदुस्तान. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हिंदी साहित्य का प्रथम इतिहास ग्रंथ इस तवोर द लो लिटरेचर इंदु ये हिंदुस्तानी किस भाषा में लिखा गया था? ऑप्शन ए, हिंदी.
ഓപ്ഷൻ ബി അംഗ്രേസി, ഓപ്ഷൻ സി ഫ്രഞ്ച്, ഓപ്ഷൻ ഡി ഉറുദു. ഇതിൻ്റെ ആൻസർ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിന്ദി സാഹിത്യ के इतिहास के सर्वप्रथम लेखक का नाम है. ഹിന്ദി സാഹിത്യ ചരിത്രം എഴുതിയ ആദ്യത്തെ എഴുത്തുകാരൻ ആരായിരുന്നു? ഓപ്ഷൻസ് എ, ഇതിനകത്തൊന്നും ഓപ്ഷൻസിൻ്റെ ആവശ്യമേ ഇല്ലല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഓപ്ഷൻ എ ജോർജ് ഗ്രേസൺ, ഓപ്ഷൻ ബി രാമചന്ദ്ര ശുക്ല, ഓപ്ഷൻ സി ശിവസിംഹ് ശങ്കർ, ഓപ്ഷൻ ഡി ഗാസാദ ദാസി. നമുക്കിനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിന്ദി സാഹിത്യ के इतिहास का प्रस्थान बिंदु. ऑप्शन ए तस्गिरा, ऑप्शन बी मिश्रबिंदु विनोद, ऑप्शन सी शिवसिंह सरोज, ഓപ്ഷൻ ഡി ഭാഷാ കാവ്യ സംഗ്രഹ. ഈ പ്രസ്ഥാൻ ബിന്ദു എന്ന് കേൾക്കുമ്പം നിങ്ങൾ പേടിക്കേണ്ട. പ്രസ്ഥാൻ ബിന്ദു എന്ന് വെച്ചാൽ എന്താണ്? ആരംഭിച്ച പോയിന്റ് എന്നാണ് കേട്ടോ. ആ പ്രസ്ഥാൻ തുടങ്ങി വെച്ചത്, തുടക്കം എന്നർത്ഥത്തിലാണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. मिश्रबिंदु विनोद में हिंदी साहित्य के इतिहास को कितने कालों में विभाजित किया गया है? ऑप्शन ए 5, ऑप्शन बी 3, ऑप्शन सी 4, ऑप्शन डी 2. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. मिश्र बिंदुओं में इनमें से कौन सा नहीं है? ऑप्शन ए श्याम बिहारी, ऑप्शन बी शुकदेव बिहारी, ऑप्शन सी गणेश बिहारी, ऑप्शन डी कृष्ण बिहारी. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हिंदी साहित्य के इतिहास का ഇതിവൃത്താത്മക ലേഖൻ സർവപ്രഥം हुआ है. ഇത് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എന്ന് കേട്ടോ. അപ്പോൾ ഇതിവൃത്താത്മകത എന്താണ്? ഇതിവൃത്താത്മകത അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി തന്നെ മനസ്സിലാക്കിയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ശിവസിംഹ് സരോജ് में, ऑप्शन बी भाषा काव्य संग्रह में, ऑप्शन सी मॉडर्न वर्नाकुलर लिटरेचर ऑफ हिंदुस्तान में, ऑप्शन डी मिश्रबिंदु विनोद में. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हिंदी साहित्य के इतिहास में काल विभाजन का सर्व प्रमुख आधार है. ऑप्शन ए कवियों की संख्या, ऑप्शन बी जनता की चित्तवृत्ति का परिवर्तन, ऑप्शन सी कवियों का जीवन, ऑप्शन डी प्राप्त काव्य ग्रंथों की संख्या. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. आचार्य रामचंद्र शुक्ल कृत हिंदी साहित्य का इतिहास कहाँ से प्रकाशित हुआ? ऑप्शन ए हिंदी प्रचारणी सभा काशी, ऑप्शन बी हिंदी साहित्य सम्मेलन प्रयाग, ऑप्शन सी केंद्रीय हिंदी निदेशालय हिंदी, ऑप्शन डी रॉयल एशियाटिक सोसाइटी ऑफ बंगाल. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हिंदी साहित्य के इतिहास लेखन की परंपरा का सूत्रपात किसने किया? क्वेश्चन എന്താണ്? हिंदी साहित्य के इतिहास लेखन की परंपरा का सूत्रपात किसने किया? ऑप्शंस പറയാം. ഓപ്ഷൻ എ ജോർജ് ഗ്രേസൺ, ഓപ്ഷൻ ബി ഗാസാദ ദാസി, ഓപ്ഷൻ സി രാമചന്ദ്ര ശുക്ല, ഓപ്ഷൻ ഡി മിശ്രബിന്ദു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हिंदी साहित्य के सर्वप्रथम इतिहास ग्रंथ का रचनाकाल क्या है? हिंदी साहित्य के सर्वप्रथम ഇതിഹാസ് ഗ്രന്ഥ का രചനാകാൽ क्या है? നിങ്ങൾക്കറിയാം ഏതാണ് ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥം ഏതാണ് അല്ലേ? ഹിന്ദിയുടെ നമ്മുടെ ചരിത്ര ഗ്രന്ഥം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് എഴുതിയത് ആരാണെന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ആ ഗ്രന്ഥം എഴുതിയ വർഷം അറിയാലോ അല്ലേ. ഓപ്ഷൻ എ 1839, ഓപ്ഷൻ ബി 1929, ഓപ്ഷൻ സി 1883, ഓപ്ഷൻ ഡി 1750. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. निम्न में से कौन सी पुस्तक आचार्य हजारी प्रसाद द्विवेदी जी की नहीं है? താഴെ തന്നിരിക്കുന്നതിൽ ഏത് പുസ്തകമാണ് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയുടേത് അല്ലാത്തത് എന്നാണ് കേട്ടോ. നോക്കുക. ऑप्शन ए हिंदी साहित्य की भूमिका, ऑप्शन बी हिंदी साहित्य का आदिकाल, ऑप्शन सी हिंदी साहित्य उद्भव और विकास, ऑप्शन डी रीति काव्य की भूमिका.
ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हिंदी साहित्य के इतिहास को व्यवस्थित रूप से देने का श्रेय किसको है? ऑप्शन ए शिव सिंह सिंगर, ऑप्शन बी आचार्य रामचंद्र शुक्ल, ऑप्शन सी मिश्रबिंदु, ऑप्शन डी ജോർജ് ഗ്രേസൺ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. अब फ्रेंच के प्रथम कवि कौन है? ऑप्शंस. ऑप्शन ए सरहप्पा, ऑप्शन बी स्वयंभू, ऑप्शन सी कालिदास त्रिवेदी, ऑप्ഷൻ ഡി ശിവസിംഹ് സിംഗർ. ഈ 20 ക്വസ്റ്റ്യൻ്റെയും ആൻസർ എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ അല്ലേ. എല്ലാവരും ഇതിൻ്റെ ആൻസർ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.